പണ്ടറടങ്ങിട്ട് ഒരു സമാധാനം തരില്ല വെച്ചാല്. നിങ്ങൾ അവിടെ നിന്നേ. എന്താടി എന്താ ഞാൻ പറയുന്നത് പോലെ നിങ്ങക്ക് മനസ്സിലാവണണ്ടാ? നീ എന്തൊട്ട് തേങ്ങാന്നാ പറഞ്ഞ്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറമ്പിലെ മരം വിറ്റ പൈസ നിങ്ങളുടെ പെങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതൊക്കെ ആർക്ക് വേണടി? എനിക്ക് കൂടി അവകാശപ്പെട്ട മുതലാ അത്. ഏത് വകയില്? നിന്റെ തന്തയും തള്ളയും ചെരച്ച് സമ്പാദിച്ചോണ്ട് വെച്ചാടി ഈ വീട് പറമ്പൊക്കെ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്തിനാ എന്റെ അച്ഛൻ്റെ അമ്മ മെക്കിട്ട് കയറുന്നത്? എന്താടാ ഇവിടെ ബഹളം? നാട്ടുകാർ കേൾക്കുന്നുള്ള വല്ല ബോധമുണ്ടോ നിങ്ങക്ക്? ബഹളം വെച്ചൊന്നും അല്ല അച്ഛാ, ഇവിടെ ചേല കേട്ട് കഴിഞ്ഞാ എങ്ങനെ ഒച്ച വെക്കാണ്ടിരിക്കുക? അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇന്നലെ നമ്മൾ ആ മരം മുറിച്ച് വിറ്റില്ല അച്ഛാ. ആ മരം വിറ്റ കാശീന്നേ നമ്മുടെ ചിന്നൂന് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ലഹളയൊക്കെ ഉണ്ടാക്കണത്. ചേട്ടന്റെ പെങ്ങൾക്ക് കൊടുക്കണേന് എനിക്ക് എതിർപ്പൊന്നുമില്ല അച്ഛാ. എന്റെ തൃക്കുന്നത്തപ്പ വാക്ക് മാറ്റാൻ ഇവിടെ കഴിഞ്ഞ ബാക്കി ആരും ഉണ്ടാവുള്ളോ? അച്ഛാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാലേ, എന്റെ പണയം വെച്ച മാല ഈ മരം വിറ്റ കാശ് കൊണ്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ മാല പണയം വെച്ചിട്ട് ചിന്നൂന് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. മോള് പറഞ്ഞാലും കാര്യമില്ലടാ. ഇതൊന്നും നടക്കാൻ പോണില്ല അച്ഛാ. ഇവളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഇവളുടെ പെരട്ട് തന്തിയും തള്ളേ ഓരോ കൊനസ്റ്റ് വിളിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാ ഈ തുള്ളല്. കേട്ടില്ല അച്ഛാ, ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് എന്റെ അച്ഛനമ്മയ്ക്കും തെറി വിളിക്കും. നീ എന്തിനാടാ വെറുതെ ആ മോളുടെ അച്ഛനെയും അമ്മേനെയും തെറി വിളിക്കുന്നത്? നിങ്ങളെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീർക്ക്. അല്ലാതെ ഇവളുടെ അച്ഛനും അമ്മ എന്ത് പഴച്ചു? അതൊരു കീഴ്വഴക്കാവുമ്പോ. എന്ത് കീഴ്വഴക്കെന്നാ നീ പറയണേ? ബൈക്ക് കേടായാലേ നമ്മൾ ബൈക്കിനെ അല്ലല്ലോ പറയാറ്, ആ ബൈക്ക് ഉണ്ടാക്കിയ കമ്പനീനല്ലേ പറയാറ്. അതുപോലെ തന്നെ ഇതും. എന്റെ തൃക്കുന്നത്തപ്പാ